ഒരു കുടുംബത്തിൽ നല്ല ഭാവമുള്ളതുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ പിന്നെ എന്തുണ്ടാവില്ല? കുടുംബത്തിന് അതാണ് ഈ സ്ത്രീ കേന്ദ്രീകൃതമാണ് എന്ത് കുടുംബത്തിൻ്റെ നന്മ എന്നാ പറയുക. ഇപ്പം 5 മക്കളുണ്ട്, അച്ഛനോട് അമ്മയും ഒക്കെ മരിച്ചു പോയി നൂട്ടിക്കോളൂ. കുട്ടികൾ 5 അങ്ങനെ പാവം അങ്ങനെയൊക്കെ വളർന്നു വന്നു, അങ്ങനെയൊക്കെ പാവം ബുദ്ധിമുട്ടൊക്കെ ജീവിച്ചു വന്നു. അച്ഛനാശ പ്രായമായി. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് മൂത്ത മകൻ വിവാഹം ചെയ്തു. ഒരു പെൺകുട്ടിയും കൂടെ കൊണ്ട് നല്ല മിടുമിടുക്കി പെൺകുട്ടിയായിരുന്നു. എന്താല്ലേ കുടുംബത്തെ അനിയന്മാർക്കൊക്കെ വലിയ സന്തോഷം. ഈ നേരത്തിന് വിളമ്പി കൊടുക്കും. നേരം വഴുകി വന്നാൽ ചോദിക്കും എവിടെയായിരുന്നു ചോദിക്കും. അല്ലേ എടുത്തിയമ്മേ ഇനി നാളെ മേലാൽ ഇങ്ങനെ വന്നാൽ ഇല്ല നാളെ നേരത്തെ വരാം ആയിക്കോട്ടെ കണ്ടുവോ ഒക്കെ കൃറ് കൃത്യമാണ്. എന്നാലോ വല്ല വയ്യായോ എന്താ തൻ്റെ മുഖം വല്ലാണ്ട് കറുത്തിരിക്കണമല്ലോ 2 ദിവസമായിട്ട് എടുത്തിയമ്മ കാണണം കിട്ടുമോ എന്താ എനിക്കുണ്ടായേ? അപ്പോൾ ഇങ്ങനെ സാരല്ലേ കുട്ടിയെ ഒന്ന് പുറത്ത് തലവടി എന്ത് തീരാനേ ഉള്ളൂ കേട്ടോ. അപ്പം അമ്മ പണ്ട് കുട്ടിക്കാലത്ത് ഓർമ്മയില്ലാത്ത കാലത്ത് മരിച്ചു പോയ അമ്മ വന്നതായിട്ട് ആർക്ക് തോന്നിയിട്ടുണ്ടാവും? ശാസിക്കാനും സ്നേഹിക്കാനും ഇല്ലേ കരുതലായിട്ടൊരാളുണ്ട്. അപ്പം അങ്ങനെയുള്ള എഴുത്തമ്മമാരൊക്കെയുള്ള കുടുംബങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു കണ്ടു. അപ്പം ആ കുടുംബത്തെ 4 എണ്ണം 5 എണ്ണം 5 വിധമായിട്ട് 6 വിധമായിട്ട് പോണ്ടതിനൊക്കെ ഒരു വിധാക്കിയിട്ട് ആര് രൂപപ്പെടുത്തണു? അതാണ്. അപ്പം എടുത്തമ്മയച്ച എടുത്തമ്മ, അമ്മയച്ച അമ്മ, എടുത്തിയച്ച എടുത്തി. എടുത്തിമാരെയൊക്കെ വിവാഹം ചെയ്ത് കൊടുത്താൽ അവർ പോവും. എടുത്തിയമ്മ അവിടെ ഉണ്ടാവുകൊണ്ട് എപ്പോഴും കുടുംബത്തിൻ്റെ ഒരു വിളക്കായിട്ട് ആരുണ്ടാവും? അങ്ങനെയൊക്കെയല്ലേ പണ്ടൊക്കെ കുടുംബത്തിൽ പെൺകുട്ടികളെയൊക്കെ വിവാഹം ചെയ്ത് കൊണ്ടുവന്നാൽ ആ കുടുംബം മുഴുവൻ ആരുടെയാണ്? പിന്നെ അവരാണ് ആ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക. അച്ഛനും വലിയ സന്തോഷമായി. ഇതാ കാരണം എപ്പോഴും അച്ഛാ എന്താ വേണ്ട ഇച്ചിരി വെള്ളം കൊണ്ടിരട്ടെ, അച്ഛൻ എന്നാ അങ്ങോട്ട് പുറത്തേക്ക് ഇരിക്കരുത്, ഞാൻ കയ്യൊന്ന് പിടിക്കാം, വെയിലൊക്കെ ഒന്ന് കൊണ്ട് കാറ്റൊക്കെ ഒന്ന് കൊള്ളുമ്പോൾ സുഖാവേ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അപ്പം അച്ഛനും വലിയ സന്തോഷമായി. പണ്ട് എല്ലാം നശിച്ചു, ജീവിതവും നശിച്ചു എന്നൊക്കെ വിചാരിച്ച വയ്യാണ്ടിയായി എന്നൊക്കെ വിചാരിച്ച അങ്ങനെ മരിക്കുക എപ്പോഴാണ് നോക്കിയിരിക്കണം. അച്ഛനിപ്പോൾ കുറച്ച് ജീവിച്ചാൽ തിരക്കാറില്ല എന്നൊക്കെ തോന്നി തുടങ്ങി. ആര് കാരണം? ഈ മരുമകളല്ല മകളുകുട്ടി കാരണം ഇല്ല അങ്ങനെയൊക്കെ. അപ്പം ആ പെൺകുട്ടി വിചാരിച്ചു അപ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു യോജിപ്പും നന്മ അങ്ങനെയാണ്. ഇനി വേറെ ചിലതുണ്ട്. കുടുംബം വലിയ പലവിധ തറവാടുകളായിട്ട് പിരിയാൻ എന്തേ വേണ്ടു? ശരിയല്ലേ ഇത്? അങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം ആരും പരിഹരിച്ചതല്ല. യോജിക്കാനും മതി, വിഭജിക്കാനും ഇത് മതിയെന്ന്. പക്ഷേ ഈ താര ഇപ്പം പറഞ്ഞ ഭാഷ നോക്കി എന്ത് നല്ല ഭാഷയല്ലേ, കുടുംബത്തെ യോജിപ്പിക്കുന്ന ഭാഷയിൽ. അനിയനായിട്ട് തമ്മിൽ നമ്മുടെ നല്ല കേസാണ്. നമുക്ക് ഒറ്റയ്ക്ക് പോയി താമസിക്കണം, ഇവിടെ നിൽക്കണ്ട, അനിയനോട് മിണ്ടിപ്പോയാൽ ഇനി ഞാൻ ഏട്ടൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നോക്കിക്കോളൂ ഇനി ഞാൻ. നമ്മൾ രണ്ടാളും ഈ മുറിയും പിന്നെ അടുക്കളയും മാത്രമേ നമുക്കിവിടെ ഉള്ളൂ, വേറെ ഒന്നും. അങ്ങനെയല്ലേ? പിറ്റേന്ന് അമ്മ വന്നപ്പോൾ പറഞ്ഞു, അമ്മ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. 35 കൊല്ലമായിട്ട് അമ്മ പറഞ്ഞത് മനസ്സിലായിരുന്നില്ല. അമ്മ തമിഴിലാണ് പറഞ്ഞായിരുന്നു തോന്നുന്നുണ്ട്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് 2 ദിവസമായപ്പോഴേക്കും അമ്മ പറഞ്ഞതൊക്കെ നല്ലോണം മനസ്സിലാവണു. എന്തല്ലേ മന്ത്രത്തിൻ്റെ ശക്തി? ഏത് മന്ത്രത്തിൻ്റെ? അതെല്ലാവർക്കും നിശ്ചയുണ്ടാവും. ഗായത്രി മന്ത്രമൊന്നും നിശ്ചയുണ്ടാവില്ലെങ്കിൽ ഈ മന്ത്രം നിശ്ചയുണ്ടാവും. അതേതാ മന്ത്രം? അതന്നെ മൈക്കിൽ കൂടി പറയണ്ടല്ലോ അല്ലേ? വേണ്ട, മന്ത്രം അങ്ങനെ പറയാൻ പാടില്ല എന്നാണ്. എന്തല്ലേ കഥ? ശരിയല്ലേ ഇത്? ഇത്രയും കാലം അമ്മ പറയുന്നതൊന്നും മനസ്സിലായി. ഇപ്പം അമ്മ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയണം. അങ്ങനത്തെ ഉണ്ട്, മറ്റേ ജാതിയും ഉണ്ട്. അപ്പം ഇതിലേതാ ഈ താര ഏതിലാണ് ഇരിക്കുന്നത്? ആ കുടുംബത്തിൻ്റെ. എന്താ നല്ല ഭാഷയാണ് പറഞ്ഞു. ഇങ്ങനെ ദേഷ്യപ്പെടരുത്. ആരോട്? അനിയന്മാരോടൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടാം. മക്കളെ പോലെ കൊണ്ട് നടക്കേണ്ട ആൾക്കാരല്ലേ അനിയന്മാർ, അതല്ലേ വേണ്ടത് എന്നൊക്കെ ഒരു അമ്മയുടെ മാതിരി നിന്ന്. അതാണ് ഈ ഭാര്യ എന്നുള്ള പദവിയിലാണ് ഇരിക്കണതെങ്കിലും ഈ ഭാര്യമാരൊക്കെ ചിലപ്പം അമ്മമാരുടെ പദവിയിലേക്കും ഓപ്പോളമാരുടെ പദവിയിലേക്കും അനിയത്തിമാരുടെ പദവിയിലേക്കും അങ്ങനെയൊക്കെ പല ജാതി പദവിയിലൊക്കെ കയറി ഇറങ്ങി പോകുവാര്. അതാണ്. അല്ലാതെ ഈ ഭാര്യ എന്ന് പറഞ്ഞ ഈ സാരിയും ചുറ്റി വൈകുന്നേരം ആകുമ്പം ഇങ്ങനെ പാട്ടും പാടി നടക്കുക മാത്രമൊന്നും അല്ലത്. അതും ആവാം, അത് മാത്രമാണെന്ന് വിചാരിക്കേണ്ട. നമ്മുടെ നാട്ടിൽ പലപ്പോഴും എന്തുണ്ടാവണത്? എല്ലാത്തിൻ്റെ ഒരു മിശ്രിതാണേ. അപ്പോൾ അതാണ് പാകത ഇല്ലാത്തവരെ പോലും പാകത ഉണ്ടാക്കിക്കാൻ ഇവർക്കൊക്കെ പറ്റും. പൊതുവെ ഈ സ്ത്രീകളൊക്കെ അത് നല്ലോണം പറ്റും. ഇങ്ങനെയുള്ള പ്രാപ്തിയുള്ള സ്ത്രീകളും കൂടി ആയാൽ നന്നായിട്ട് സാധിക്കും അവർക്ക്. ഇതിൽ സ്നേഹത്തോടെ യോജിപ്പിക്കാൻ നല്ലോണമുള്ള പ്രാപ്തി സ്ത്രീകളുടെ കയ്യിലുണ്ട്. എല്ലാവർക്കും ഉണ്ട്, കുറച്ച് കൂടും അവരുടെ കയ്യിൽ. സ്ത്രീകളുടെ കയ്യിൽ സ്നേഹിക്കാനും യോജിപ്പിക്കാനും അതുപോലെ എന്താ പറയുക, ആ ശ്രദ്ധയും കരുതലും വാത്സല്യവും സ്നേഹമൊക്കെ ജാത്യ നല്ലോണം ഉള്ളവരാണ് ആര്? സ്ത്രീകളെ. അപ്പോൾ അത് ഇത്രയും കൂടി നല്ല വശവും നന്മയുടെ വശവും കൂടി ഉള്ളവരാണെങ്കിൽ പറയും വേണ്ട. താര ആ മട്ടിലൊരു നന്മയുടെ വശമുള്ളൊരു ഒരു സാധു സ്ത്രീ ആയിരുന്നേ. അതുകൊണ്ടാണ് താര വളരെ നന്നായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ താരയുടെ വർത്തമാനം കേട്ടപ്പോൾ എന്നാൽ ഈ ബാലി നിന്ദിച്ചില്ല ആരെ?
താരയെ നിന്ദിച്ചില്ല, താരയോട് പറഞ്ഞു, താരെ നീ പറഞ്ഞതൊക്കെ നല്ല ശരി തന്നെയാണ്, കാര്യങ്ങളൊക്കെ ശരി, പക്ഷെ എന്താ വെച്ചിട്ടുണ്ടോ യുദ്ധത്തിന് വിളിക്കുമ്പോൾ വരില്ല എന്ന് പറഞ്ഞാൽ രണ്ടാം തരല്ലേ കുട്ടിയെ, അതുകൊണ്ടാണ്. പിന്നെ രാമൻ്റെ കാര്യം പറഞ്ഞുല്ലോ, രാമൻ മഹാകേമനാന്ന് ഞാനും കേട്ടിട്ടുണ്ട്. രാമൻ എന്തായാലും അങ്ങനെ ഒരു രണ്ടാം തരം കാണിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആര് പറഞ്ഞു? ഈ ബാലി പറഞ്ഞ്. അതുകൊണ്ട് യുദ്ധം ചെയ്യാൻ വിളിക്കുമ്പോൾ പോയില്ല, രണ്ടാം തരം പോവാണ്ട പറ്റില്ല. ആര് വീണ്ടും യുദ്ധത്തിന് പോയി? ബാലി യുദ്ധത്തിന്. താര പറഞ്ഞ വർത്തമാനം കേട്ടായിരുന്നു വെച്ചാൽ എന്തുണ്ടാവില്ലായിരുന്നു. ശരിയല്ലേ ഇത്? അത് നമ്മളെപ്പോഴും എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടോ, ആരായിക്കോട്ടെ ചില വാക്കുകളൊക്കെ വലിപ്പ ചെറുപ്പം നോക്കാതെ നമ്മൾ അതിൻ്റെ ഗുണദോഷങ്ങളൊന്നും മനസ്സിലാക്കി ആര് പറഞ്ഞാൽ എന്ത് ചെയ്യണം, നല്ല വാക്കാണ് പറയുന്നത് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കണം, നിന്ദിച്ച് കളയരുത്. പ്രായം കൊണ്ട് കുറഞ്ഞവനാണ്, അല്ലെങ്കിൽ പണം കൊണ്ട് കുറഞ്ഞവനാണ്, തൻ്റെ അത്ര പ്രാപ്തി ഇല്ലാത്തവനാണ്, പഠിപ്പുകൊണ്ട് കുറഞ്ഞവനാണെന്നൊന്നും പറഞ്ഞ് നമ്മൾ ചില വാക്കുകളൊക്കെ തള്ളിക്കളയാനൊന്നും പുറപ്പെടരുത്. എന്തിലും നല്ലതും ഉണ്ടാവും ചീത്തയുണ്ടാവും. നല്ലതെടുക്കണതാണ് എന്ത്? നന്മ. വേണ്ടാത്തത് കളയാലോ. നല്ലത് നമ്മൾ ആര് പറഞ്ഞാലും നല്ലതുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അതിനെടുക്കാം. അതിലൊരു തെറ്റ് പറയാൻ പറ്റില്ല. അതുണ്ടായത് യുക്തിയുക്തം ഉപാധേയം ബാലാദപി ശുക്കാദപി എന്നാണ്. എന്താ പറയുക? യുക്തിയുക്തമായ കാര്യങ്ങൾ നമുക്ക് വേണ്ടതാണെങ്കിൽ അത് നമ്മൾ എവിടെ നിന്ന് എടുക്കണം? ബാലാദപി, ഒരു കുട്ടി പറഞ്ഞതാണെങ്കിലും, ശുക്കാദപി, തത്ത പറഞ്ഞതാണെങ്കിൽ. തത്ത പറയാന്ന് തത്ത മറ്റുള്ളവർ പറഞ്ഞത് ഏറ്റു പറയുകയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മളത് വകവയ്ക്കാറില്ല. എന്നാലും തത്തയാണെങ്കിൽ പോലും അങ്ങനെ ഒരു കാര്യമായിട്ടുള്ള സംഗതിയാണ് പറയണതെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എടുക്കണം എന്നാ പറയുക. അതിന് പഴയ പ്രമാണം യുക്തിയുക്തമുപാധേയം ബാലാദപി ശുകാദപി. അങ്ങനെ ഉണ്ടായത്. അന്യത്ത് അല്ലാത്തത് തൃണമിവ ത്യാജ്യം അപ്യുക്തം പത്മജന്മന. ഇങ്ങനെ യുക്തിയുക്തമല്ലാത്ത വർത്തമാനം നീ എത്ര വലിയ ആള് ബ്രഹ്മാവ് പറഞ്ഞതാണെങ്കിൽ പോലും എന്ത് ചെയ്യണം? അത് കളയണം. ഇതുപോലെ ബ്രഹ്മാവ് അതല്ലേ പറഞ്ഞത്? അപ്യുക്തം പത്മജന്മന. യുക്തി ഇല്ലാത്തൊരു വർത്തമാനാണെങ്കിലും ബ്രഹ്മാവ് പറഞ്ഞതാണെങ്കിലും എടുക്കേണ്ട കാര്യമില്ല. യുക്തി ഉള്ളതാണെങ്കിൽ, കുട്ടി പറഞ്ഞതാണെങ്കിലും, തത്ത പറഞ്ഞതാണെങ്കിലും എടുക്കും. അത് നമ്മുടെ ഒരു പഴയ പ്രമാണം. അല്ലാതെ മറ്റേ ആൾ ഇനി മുത്തപ്പൻ കുഴിച്ച കിണറാന്ന് പറഞ്ഞാൽ കലക്കവെള്ളം കുടിക്കേണ്ട കാര്യമൊന്നും അണ്ടേ. 500 കൊല്ലം മുമ്പ് മുത്തപ്പൻ, അത് വലിയ മുത്തപ്പൻ കുഴിച്ച കിണറാണേ എന്നും പറഞ്ഞ് ഇപ്പം കിണറൊക്കെ ഈ വെള്ളമൊക്കെ ചീത്തയായിട്ട് ചളിയും വെള്ളം നമ്മൾ കുടിക്കുക. എന്ത് ചളി വെള്ളം കുടിക്കണേ? മുത്തപ്പൻ. ഇതിങ്ങനെ കുറേ കാലമായി കഴിക്കണേ. ആസ്പത്രിയിൽ പോയപ്പോൾ എന്തോ പറഞ്ഞു, ചോറ് കൊണ്ടുണ്ടാ വയറ് നിറച്ച് ചളിയെന്നും പറഞ്ഞു. എന്താ കാരണം? വയ്യായ വന്നേ. അപ്പോഴാണ് പറഞ്ഞത് ഈ കിണറ്റിലെ വെള്ളം കുടിക്കരുത്. അപ്പം പറഞ്ഞു അതല്ല, ഞങ്ങൾ പാരമ്പര്യമായിട്ട്, പാരമ്പര്യം വേറെ ചളി വേറെ, അതുകൊണ്ട് എന്ത് ചെയ്യൂ, വേറൊരു പുതിയ കിണർ കുടിച്ച് നല്ല വെള്ളമാണ്. അപ്പം നമ്മൾ ഈ ചളിവെള്ളം മുത്തപ്പൻ്റെ എന്നും പറഞ്ഞ് കഴിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പോൾ യുക്തിയുക്തമായത് ആര് പറഞ്ഞാലും എടുക്കണം. ഈ താര നല്ല യുക്തിയുക്തമായ വർത്തമാനമാണ് പറഞ്ഞത്. താരയുടെ വർത്തമാനം താരയെ നിന്ദിക്കണ്ടായില്ല. എന്നാലും ഈ ഒരു തനിക്ക് യുദ്ധത്തിന് വിളിക്കുമ്പോൾ പോയില്ല വെച്ചാൽ രണ്ടാം തരം എന്ന് പറഞ്ഞൊരു അപമാനം കണക്കാക്കിയിട്ട് എന്ത് ചെയ്തു? വീരന്മാർക്ക് ഈ മാനാപമാനങ്ങൾ പ്രധാനമാണ്. അതുകൊണ്ട് അത് കണക്കാക്കിയിട്ടാണ് യുദ്ധത്തിന് പോയത്. യുദ്ധത്തിന് പോയി ഇത്തവണ യുദ്ധത്തിന് പോയി കലശലായിട്ട് യുദ്ധം ചെയ്ത്. അപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. എന്താ ബുദ്ധിമുട്ട്? ആളെ മനസ്സിലാവായ എന്നുള്ള ബുദ്ധിമുട്ടുണ്ടേ. അപ്പോഴാണ് ലക്ഷ്മണൻ്റെ മാല അച്ഛൻ കൊടുത്തോരു അച്ഛൻ കൊടുത്തോരു മാല ബാലിക്കുമുണ്ട്, അച്യുതൻ നൽകിയ മാല സുഗ്രീവനും. അതായത് ഈ ബാലിയുടെ കഴുത്തിലൊരു മാല ആദ്യമുണ്ട്. അത് പണ്ടുള്ള ബാലിയുടെ അച്ഛൻ കൊടുത്ത മാല, അത് എപ്പോഴും കഴുത്തിലിട്ടാണ് അദ്ദേഹം നടക്കുന്നത്. സുഗ്രീവൻ്റെ കഴുത്തിൽ അങ്ങനെ കൊടുത്ത മാലയില്ല. അത് ആര് കൊടുത്ത മാലയുണ്ട്? അച്യുതൻ നൽകിയ മാല സുഗ്രീവനും. അപ്പോൾ മാളെ മനസ്സിലാക്കാറായി. അങ്ങനെ മനസ്സിലായി കലശലായി കട്ടത്തിലായി എന്ന് കണ്ടപ്പോൾ സുഗ്രീവൻ ആരാ ബാലി ആരെന്ന് മനസ്സിലായപ്പോഴാണ് രാമൻ എന്ത് ചെയ്ത? മരത്തിൻ്റെ പിന്നാക്കം നിന്ന് അമ്പ് ചെയ്തിട്ട് ബാലിയെ വധിച്ചു. ബാലി അമ്പ് കൊണ്ട് നിലത്തേക്ക് വീണു. ബാലി വീണ സമയത്ത് എന്തപ്പം ഉണ്ടായി ചോദിച്ചാൽ ബാലി നിലത്ത് വീണു. അവിടെ നിന്ന് ഇങ്ങനെ വളരെ വിഷമിച്ചിട്ടൊക്കെ വർത്തമാനമൊക്കെ ഉണ്ടായി. പറയും ചെയ്യും, അയ്യോ എന്തിന് ഈ വിധം പ്രവൃത്തി ചെയ്തു? എന്താ കാരണം? സുഗ്രീവന് വേണ്ടിയിട്ട് ആരേ ചെന്നു? രാഘവേണ മഹാബാണോ ബാലി വക്ഷസി പാതിത. രാഘവൻ എന്താ ചെയ്തു വെച്ചാൽ നല്ല തീക്ഷ്ണമായ ആ അസ്ത്രം ഇടിമിന്നൽ പോലെ വന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നെഞ്ചത്ത് വന്നു കൊണ്ട് ചോരയോടുകൂടി വീണു. ഭൂമൗ നിപതി തസ്യാപി തസ്യ ദേഹം മഹാത്മന ന ശ്രീർജഹാദി ന പ്രാണ ന തേജോ ന പരാക്രമം. അതുണ്ടായത് ഈ അമ്പ് കൊണ്ട് നിലത്തേക്ക് വീണു വെച്ചാലും ഈ ഇദ്ദേഹത്തിൻ്റെ
മുഖത്തുനിന്ന് ശ്രീ പോയില്ല, തേജസ് പോയില്ല. ആ ഒരു പ്രാണൻ പോവാനായിട്ട് നിൽക്കുമ്പോൾ പോലും ഒരു മങ്ങലും ഒരു വാടിപ്പോവലൊന്നും ആർക്കുണ്ടായില്ല, ഒരു കരുവാളിക്കലൊന്നും ബാലിക്ക് ഉണ്ടായില്ലേ. എന്താ കാരണം? ശക്രദത്ത വരമാല കാഞ്ചനി വജ്രഭൂഷിത, ഇന്ദ്രൻ കൊടുത്ത മാല കഴുത്തിലുണ്ടാവുകൊണ്ട് വളരെ തേജസ്വിയായിട്ടിരിക്കുകയാണ്. ദധാര ഹരിമുഖ്യസ്യ പ്രാണാം തേജശ്രിയം. പ്രാണനും ശ്രീയും ഒക്കെ അപ്പോഴും പോയിട്ടില്ലേ മാലാകാരനെ. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ വീണു. അടുത്തേക്ക് ചെന്നപ്പോൾ എന്തുണ്ടായത്? ഈ വാലി അമ്പ് കൊണ്ട് വീണ് കിടക്കുന്ന ഇരിക്കുമ്പോഴാണ് സുഗ്രീവൻ അടുത്തേക്ക് ചെന്നു. സുഗ്രീവൻ ഈ ഇദ്ദേഹം വീണപ്പോൾ ഒരു വിഷമമൊക്കെ തോന്നിച്ചാലും നോക്കൂ എന്തല്ലേ ചെയ്തത്. അതിൽ ജാനേ പാപസമാചാരം തൃണൈ കോപമിവാവൃതം പറയും ചെയ്തു. എന്തിനങ്ങ് എന്നോട് ഈ പണി ചെയ്തത്? രാമൻ കാരുണ്യവാനാണെന്നാണ് മനസ്സിലാക്കിയത്. ഈ മരത്തിൻ്റെ പിമ്പിൽ അമ്പ ചെയ്തിട്ട് എന്നോട് ഈ പാപകർമ്മം എന്തിനു ചെയ്തു? ഞാൻ അങ്ങേരെ നേരെ ഒന്നും പ്രവർത്തിച്ചില്ലല്ലോ. അങ്ങ് ധർമ്മിഷ്ഠനാണെന്നല്ലേ സൂചന നടക്കണമെന്ന്. എന്നിട്ട് ഈ ക്ഷത്രിയ കുലജാതനായ അങ്ങ് എന്തിനെൻ്റെ നേരെ ഈ വിധം പ്രവർത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് ആര് കുറേ വർത്തമാനം പറഞ്ഞു. ബാലി പറഞ്ഞ് എന്നിട്ട് പറയുകയും ചെയ്തു. എന്താ അങ്ങേപോലെ ധർമ്മം അനുഷ്ഠിക്കണേ ഒരാൾക്ക് ഇപ്പോൾ കൊന്നത് ഇപ്പം അല്ലേ ഒരു ക്ഷത്രിയനെ വേണമെങ്കിൽ കൊല്ലാം, മാംസം ഭക്ഷിക്കാനാണ് വെച്ചിട്ട് കൊല്ലാം. എന്നെ കൊന്നത് വാനരമാംസം അഭക്ഷ്യമാണ് എന്നിരിക്കും. എന്തിനാ അതിനും കൊന്നു എന്ന് പറയാൻ വയ്യല്ലോ, എന്തിനാ അങ്ങനെ കൊന്നത് എന്ന് ചോദിച്ചു. ബാലി കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ അതിന് പറയും ചെയ്തു. യുക്തത നോക്കൂ, അങ്ങ് എൻ്റെ അടുത്ത് വന്ന് അങ്ങക്ക് എന്തേ വേണ്ടു? അങ്ങ് ഈ സുഗ്രീവൻ്റെ അടുത്ത് വന്നതിന് പകരം എൻ്റെ അടുത്ത് വന്നു വെച്ചാൽ അങ്ങക്ക് സഹായം ഞാൻ ചെയ്യില്ലേ? ആര് ചോദിച്ചു? ബാലി ചോദിച്ചു. എന്നിട്ട് അങ്ങ് എന്തിന് ഈ കാര്യത്തിന് ഈ സുഗ്രീവൻ്റെ കാര്യത്തിൽ ഇടപെട്ട് ഈ വിധം വധിച്ചത് എന്തിന് എന്ന് ചോദിച്ചു. അപ്പം ഈ ബാലി ഈ വിധം വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് സമീക്ഷ്യ രാമം രവിസന്നികാശം തൂഷ്ണീം ബഭൂവ. രാമൻ ഇതൊക്കെ കേട്ടിട്ടുണ്ട്. രാമനൊന്നും മിണ്ടിയില്ല എന്നവർ. തൂഷ്ണീം ബഭൂവ ചാർത്ത് എന്താ? മിണ്ടാതിരുന്നു എന്നാണ്. എന്നിട്ട് ബാലിയുടെ അടുത്ത് വന്നിട്ട് സമാശ്വസിപ്പിച്ചു. ബാലിയോട് ഒടുക്കം അവസാനം വന്നിട്ട് പറയുകയും ചെയ്തു, ഞാൻ എന്നോടൊരു കാര്യം പറയാം. എന്തിനാ അപ്പം എൻ്റെ നെഞ്ചത്ത് അമ്പ് കൊള്ളിച്ചു എന്നല്ലേ പറയണത്? നമ്മൾ തമ്മിൽ വിരോധമില്ലല്ലോ. അതായത് ഇക്ഷ്വാകൂണാം ഇയം ഭൂമി സശൈലവനകാനന. ഇക്ഷ്വാകു വംശത്തിൻ്റെയാണ് ഈ ഭൂമി മുഴുവനും. അതുകൊണ്ട് മൃഗപക്ഷി മനുഷ്യാണാം നിഗ്രഹാനുഗ്രഹേഷു അപി. ഈ മൃഗങ്ങൾ, പക്ഷികൾ, മനുഷ്യന്മാർ എല്ലാ ജീവജാലങ്ങളിലും നിഗ്രഹം ചെയ്യാനും അനുഗ്രഹം ചെയ്യാനും പ്രാപ്തിയുള്ളവർ ആളാണ് ഞങ്ങൾ ക്ഷത്രിയന്മാർ. അതുകൊണ്ടാണ് എന്നെ കൊന്നു. എന്തിനു ഞാൻ എന്നെ കൊന്നു ചോദിച്ചാൽ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. അതായത് ശ്രദ്ധിച്ച് കേൾക്കണം. ജ്യേഷ്ഠോ ഭ്രാത പിതാ ചൈവ യശ്ച വിദ്യാം പ്രയച്ഛതി ത്രയസ്തേ പിതരോ ജ്ഞേയ ധർമ്മേ പഥി വർത്തിന. ഭഗവാൻ രാമ പറഞ്ഞൊരു വർത്തമാനമാണ്. അതായത് ജ്യേഷ്ഠഭ്രാതാവ്, മൂത്ത ജ്യേഷ്ഠ സഹോദരൻ, അതുപോലെ അച്ഛൻ, വിദ്യ തന്ന ഗുരുനാഥൻ, ഇങ്ങനെ 3 പേര് അച്ഛൻ്റെ സ്ഥാനത്തുള്ളവരാണ്. അച്ഛൻ തന്നെയാണ്, അവരച്ഛനായിട്ടാണ് കൂട്ടേണ്ടത്. അതുപോലെ ഇതുണ്ട്, അതിലേ പറയുന്നത് നോക്കൂ, യവീയൻ ഇളയ പറഞ്ഞാൽ മൂത്ത ജ്യേഷ്ഠൻ്റെ അനിയൻ. യവീയാൻ ആത്മനഃ പുത്ര. ഇളയ അനിയനും തൻ്റെ മകനും ശിഷ്യനും എങ്ങനെയുള്ളവരാണ്? പുത്രവത്തേ ആണ്, മക്കളെ പോലെ കണക്കാക്കേണ്ടവരാണ്. നമ്മുടെ അനിയനെ എങ്ങനെയാണ് കൂട്ടേണ്ടത്? മകനെ പോലെ കൂട്ടണം. അനിയനെ മകനെ പോലെ കൂട്ടണം. ശിഷ്യനെ എങ്ങനെയാണ് കൂട്ടേണ്ടത്? മകനായിട്ട് കൂട്ടണം. മകനെ എന്ത് കൂട്ടണം? ഈ 3 കൂട്ടരും മകൻ്റെ സ്ഥാനത്തുള്ളവരാണ്. അപ്പോൾ എന്താ ഇപ്പോൾ ഇവിടെ ഉണ്ടായത്? സുഗ്രീവൻ ബാലിയെ സംബന്ധിച്ചിട്ട് അനിയനാണ്, മകനെ പോലെ കൂട്ടേണ്ടവനാണ്. സുഗ്രീവനെ സംബന്ധിച്ചിട്ട് ബാലിയുടെ സ്ഥാനം ജ്യേഷ്ഠൻ്റെയാണ്. അച്ഛനില്ലാത്ത സ്ഥിതിക്ക് അച്ഛൻ്റെയും കൂടിയാണ്. അപ്പം അച്ഛൻ മകൻ ബന്ധത്തിലിരിക്കണവരാണ് ബാലി സുഗ്രീവന്മാർ. എന്നിരിക്കെ നോക്കൂ, ഈ ബാലിയുടെ ഒരു അത്യാചാരം അത് ഭഗവാൻ സൂചിപ്പിച്ചു. എന്തുണ്ടായത്? സുഗ്രീവൻ്റെ ഭാര്യ രുമ എന്ന് പറഞ്ഞ പെൺകുട്ടി എന്തു ചെയ്തു? രുമായാം വർത്തസേ കാമാൽ സ്നുഷായാം പാപകർമ്മകൃത്. തൻ്റെ മകൻ്റെ ഭാര്യയല്ലേ വാസ്തവത്തിൽ? അനിയൻ്റെ ഭാര്യ, മകൻ്റെ ഭാര്യയൊക്കെ ഏതിൽ പെടും? മകള്. ശ്രദ്ധിച്ച് കേൾക്കണേ. മകള്, മകൻ്റെ ഭാര്യ, അനിയത്തി, പഠിപ്പിച്ച പെൺകുട്ടി, ഇവരൊക്കെ എന്തിൽ വരും? ഒക്കെ മകള് എന്നുള്ള ഗണത്തിലാണ് വരിക. എന്തിലാണ് വരുന്നത്? നമ്മുടെ മകള്, പിന്നെ അനിയത്തി, പിന്നെ മകൻ വിവാഹം ചെയ്ത് കൊണ്ടുവന്ന പെൺകുട്ടി, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഈ സ്വന്തം മകളെ ഇത്യാദി പഠിപ്പിച്ച പെൺകുട്ടിയും അനിയത്തിയും മരുമകളും ഒക്കെ എന്തിനാണ് പെടുന്നത്? മകള് എന്ന ഗണത്തിലാണ് പെടുക. അതുപോലെ നമ്മൾ തിരിച്ചും പറയാം, അനിയൻ,
പഠിപ്പിച്ച കുട്ടി ആൺകുട്ടി വെച്ചാൽ അത് മനസ്സിലാവണില്ലേ? അതുപോലെ മകളെ വിവാഹം ചെയ്തയാൾ ഇവർക്ക് എതിൽ പെടും? മകൻ എന്ന ഗണത്തിലാണ് പെടുക. അപ്പം അതുകൊണ്ട് അവരോടൊക്കെ അങ്ങനെയാണ് പെരുമാറേണ്ടത്. ഇവിടെ എന്ത് ചെയ്തു? ഈ ജാതി സമ്പ്രദായത്തിൽ ആ രൂമയെ, അതായത് സുഗ്രീവൻ ജീവിച്ചിരിക്കുമ്പോഴാണ് എന്ത് ചെയ്തത്? ഈ രൂമയെ ബലപ്രയോഗം കൊണ്ട് കൊണ്ടുപോയി ഭാര്യയായിട്ട് വെച്ചത്. അപ്പം എന്തൊരു നീച സമ്പ്രദായത്തിലാണ് ബാലി നീ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? നെഹി ധർമ്മവിരുദ്ധസ്യ ലോകവൃത്താദപേയുഷ ദണ്ഡനാത് അന്യത്ര പശ്യാമി. ഈ ദണ്ഡമല്ലാതെ എന്താ ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കുക ശിക്ഷ? അതിനുള്ള ശിക്ഷയാണ് ഞാൻ നിനക്ക് തന്നത്. അതുകൊണ്ട് എന്ത് ഒന്നും പറയാൻ നിൽക്കണ്ട. ഔരസീം ഭഗിനിയും വാപി ഭാര്യാം ചാപ്യനുജസ്യ. നമ്മളിപ്പോൾ പറഞ്ഞത് ഔരസി സ്വന്തം മകള്, ഭഗിനി അനിയത്തി, പിന്നെ അനുജസ്യ അനിയൻ്റെ ഭാര്യയും ഒരുപോലെ കൂട്ടേണ്ടതാണ്. അതിന് കൂട്ടിയില്ലേ നീയെ? ആ അനിയൻ്റെ ഭാര്യയോട് മകളെപ്പോലെ കൂട്ടേണ്ട കുട്ടിയോട് ഭാര്യാ സമ്പ്രദായത്തിലാണ് നീ പ്രവർത്തിച്ചത്. ആ പാപത്തിന് ദണ്ഡനം തന്നെയാണ് ശിക്ഷ. അതാണ് ഞാൻ തന്നത്. ആര് പറഞ്ഞു? രാമൻ ഈ ബാലിയോട് പറയുകയും ചെയ്തു. എന്താ വെച്ചാൽ ഇപ്പോൾ ഈ രാജാവ് ഇപ്പോൾ ഒരു കള്ളനെ ശിക്ഷിക്കുക, ഒരു കുറ്റവാളിയെ ശിക്ഷിക്കുക, ശിക്ഷ ചെയ്താൽ എന്തുണ്ടാവും? ശിക്ഷ കൊടുത്തു അയാളെ 10 കൊല്ലം ശിക്ഷിക്കുക വെച്ചാൽ 10 കൊല്ലത്തെ ശിക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് വന്നാൽ അതോടെ അദ്ദേഹത്തിൻ്റെ ആ കക്കണതിൻ്റെ പാപം തീർന്നു. ഇപ്പോൾ ഒരു കൊലപാതകം എന്തെങ്കിലും ചെയ്തിട്ട് ജയിലിൽ പോയി കിടന്നതിന് കുറേ കാലം ശിക്ഷ അനുഭവിച്ചു, ശിക്ഷാകാലം തീർന്ന് തിരിച്ചു വന്ന ഒരാളെ പിന്നെ കൊലപാതകി എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം പിന്നെ സാധാരണക്കാരുടെ മാതിരി എന്താ കാരണം? രാജശിക്ഷ അനുഭവിച്ചാൽ ആര് ശുദ്ധനാവും? പാപി ശുദ്ധനാവും. അതുകൊണ്ട് ഇപ്പോൾ രാജാവിൻ്റെ ശിക്ഷ ആരനുഭവിച്ചു? ബാലി അനുഭവിച്ചു. അതുകൊണ്ട് ശുദ്ധനായി. അതുകൊണ്ട് എന്തുണ്ടായത് എന്നാണ്? ഏവമുക്തസ്തു രാമേണ ബാലി പ്രവ്യധിതോ ഭൃശം ന ദോഷം രാഘവേ ദധ്യൗ ധർമ്മേധികത നിശ്ചയ. അതുകൊണ്ട് പിന്നീട് രാമൻ്റെ നേരെ എന്ത് കാണിച്ചില്ല? ഒരു വിദ്വേഷം ബാലി കാണിച്ചില്ല. എന്നിട്ട് ബാലി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ യത്വമാർത്ഥ നരശ്രേഷ്ഠ, അങ്ങ് പറഞ്ഞതൊക്കെ ശരി, ഞാൻ അംഗീകരിച്ചു എന്നും പറയും. എന്നിട്ട് പറയുകയും ചെയ്തു എന്താ വെച്ചാൽ നത്വ ആത്മാനമഹം ശോചേ ന താര ന ച ബാന്ധവാൻ യഥാപുത്രം. അതായത് എനിക്കിപ്പോൾ ദുഃഖം ആരെക്കുറിച്ചാണെന്നറിയൂ? എൻ്റെ മകനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ദുഃഖമുണ്ട്, അങ്കദനെക്കുറിച്ച് ആലോചിക്കുമ്പം. അതുകൊണ്ട് എന്തേ വേണ്ടു? ആ കുട്ടറ കാര്യം സുഗ്രീവേ ച അങ്കദേ, സുഗ്രീവനും അങ്കദനും എനിക്ക് സമമാണ്. അതുകൊണ്ട് എൻ്റെ മകനോട് അങ്ങ് കാരുണ്യം കാണിക്കണം എന്ന് പറഞ്ഞ് തൊഴുത് രാമനോട് ബാലി ഒരു കാര്യം കൂടി പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയൂ? അതൊരു വിശേഷമായിട്ടുള്ളതാണ് പറഞ്ഞത്. ബാലി പറഞ്ഞു, അതേ ഭഗവാനെ അങ്ങോട്ട് ഞാൻ പറയുകയാണ്. ത്വത്തോഹം വധമാകാംക്ഷൻ വാര്യമാണോ പിതാരയാം സുഗ്രീവേണ സഹഭ്രാത്ര ദ്വന്ദ്വയുദ്ധമും അല്ലേ? അതുണ്ടായത് എന്താ? ദ്വന്ദ്വയുദ്ധം ഉപാഗത. ഞാൻ എന്തിനാ അങ്ങയുടെ കൂടെ ദ്വന്ദ്വയുദ്ധത്തിന് വന്നത്? ത്വത്തോഹം വധമാകാംക്ഷൻ വാര്യമാണോ പിതാരയ. അങ്ങയുടെ കൈകൊണ്ട് മരണം ഉണ്ടായി കിട്ടണമെന്ന് മോഹിച്ചിട്ടാണ്. താര തടഞ്ഞിട്ടും എന്ത് ചെയ്ത്? വാര്യമാണോ പിതാരയ. താര വന്ന് എന്നെ തടഞ്ഞില്ലേ? തടഞ്ഞിട്ടും എന്ത് ചെയ്തു? സുഗ്രീവേണ സഹഭ്രാത്ര, സുഗ്രീവൻ എന്ന പേരായ എൻ്റെ സഹോദരൻ്റെ കൂടെ ദ്വന്ദ്വയുദ്ധമുപാഗത, ദ്വന്ദ്വയുദ്ധത്തിന് വന്നത്. താര തടഞ്ഞിട്ട് ഞാൻ വന്നത് എന്താ വെച്ചാൽ അങ്ങയുടെ കൈകൊണ്ട് മരണം ഉണ്ടാവണം എന്ന് കണക്കാക്കിയിട്ടാണേ എന്ന് പറഞ്ഞ് രാമനെ തൊഴുതു. രാമനെ തൊഴുതിട്ട് പറയുകയും ചെയ്തു എന്താ വെച്ചാൽ ഈ താര, അപ്പോഴേക്ക് താരയൊക്കെ വന്നു. മഹേന്ദ്ര ഭീമ വളരെ പരാക്രമശാലിയായിട്ടുള്ള ഈ ബാലി അങ്ങനെ എന്തുണ്ട ഈശൽ തൊഴുതു നമസ്കരിച്ചു എന്നൊക്കെ. അപ്പോൾ താര ഈ വർത്തമാനം കേട്ട് വന്നു. താരയുടെ വക വലിയ സങ്കടമൊക്കെ ഉണ്ടായി. താര പറയുകയും ചെയ്തു, എന്ത് അങ്ങോട്ട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ, എന്ത് പോവരുത് എങ്ങനെയൊക്കെ ഉണ്ടാവും, കഷ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലോണം വിഷമിച്ചു. കാര്യം എന്താ ചോദിച്ചാൽ നല്ല വർത്തമാനം പറഞ്ഞു കൊടുത്തിട്ടും അദ്ദേഹത്തിന് അതുകൊണ്ട് എന്തുണ്ടായില്ല? ഗുണം ഉണ്ടായില്ല എന്ന് മാത്രമല്ല നാശമല്ലേ ഉണ്ടായത്. അതാ പറഞ്ഞതേ, ചില വർത്തമാനങ്ങളൊക്കെ നമ്മൾ നല്ലത് കേൾക്കണം. അപ്പോൾ താരയുടെ അടുത്തേക്ക് ഈ ഒരു സമ്പ്രദായം കേട്ടപ്പോൾ ഹനുമാൻ താരയുടെ അടുത്ത് വന്ന് തൊഴുതിട്ട് പറഞ്ഞു, കരയരുത്. ഈ സമയത്ത് നമ്മൾ അധ്യാത്മരാമായണത്തിൽ താരയുടെ നേരെ ഒരു ഉപദേശമുണ്ട്. അത് ശ്രീരാമചന്ദ്രസ്വാമിയുടെ വകയാണ്. എന്ത്? നിന്നുടേ ഭർത്താവ് അല്ലേ, നിന്നുടേ ഭർത്താവ് ദേഹമോ ജീവനോ ചൊല്ലു പരമാർത്ഥമെന്നോട് എന്ന് പറഞ്ഞിട്ട് ചില തത്വാർത്ഥങ്ങളൊക്കെ രാമൻ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് അവിടെ ഉണ്ട്. അങ്ങനെ ഒരു വേദാന്ത തത്വം ഇവിടെ പറഞ്ഞു കൊടുക്കണില്ല. പക്ഷേ ഈ ഹനുമാൻ സ്വാമി ഈ താരയുടെ കുറച്ച് വർത്തമാനം പറയുന്നുണ്ട്. താരയോട് പറഞ്ഞു, ഗുണദോഷകൃതം ജന്തോ സ്വകർമ്മ ഫലഹേതുകം അവ്യഗ്രസ്തദവാപ്നോതി സർവം പ്രേത്യ ശുഭാശുഭം. നമ്മൾ ചെയ്യണ കർമ്മത്തിൻ്റെ ഫലം എന്താ വെച്ചാൽ അത് നമ്മൾ നന്മയുള്ളതാണെങ്കിലും ചീത്ത ചെയ്താണെങ്കിലും
കാര്യം നമ്മൾ അനുഭവിക്കേ പറ്റുള്ളൂ. അതുകൊണ്ട് കശ്ച കസ്യാനുശോച്യോസ്തി ദേഹേസ്മിൻ ബുദ്ബുദോപമേ. അല്ലേ എൻ്റെ താരെ, ആരാരെക്കുറിച്ച് നിലവിളിക്കാനാണത്? ദേഹേസ്മിൻ ബുദ്ബുദോപമേ. ഈ ബുദ്ബുദം പോലെയുള്ള ഈ ദേഹത്തെക്കുറിച്ച് ആരാരുടെ കുറിച്ച് ചിന്തിക്കാനാണ്? എന്ത് ബുദ്ബുദം എന്ന് പറഞ്ഞത്? ബുദ്ബുദം പറഞ്ഞാൽ ഈ വെള്ളത്തിൽ കുമിള ഉണ്ടാവില്ലേ, ഈ നീർപ്പോള, അതാണ്. ഈ നീർപ്പോള പോലെയാണ് എല്ലാ നീർപ്പോള. നമ്മൾ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് മുറ്റത്ത് ഇങ്ങനെ നല്ലോണം വെള്ളം വീഴുമ്പോൾ ഈ ഇറയത്തുനിന്ന് വീഴുന്ന വെള്ളത്തിലേക്ക് വലിയ വലിയ കുമിളയുണ്ടാവും ഇല്ലേ? ആ കുമിള ഇങ്ങോട്ട് പൊട്ടിയ വേറെ 4 കുമിള. എത്ര കുമിളകളാണ് ഉണ്ടാവുക? എല്ലാം ഒരു കുമിള പോലെ, അത്രയില്ലല്ലോ. നീർപ്പോള പോലെയുള്ളൊരു ദേഹത്തിൽ വീർപ്പു മാത്രമുണ്ടിങ്ങനെ കാണുന്നു, ഓർത്തറിയാതെ പാടുപെടും നേരം നേർത്തു പോക്കുമതെന്നേ പറയാവൂ. അത്രയില്ലല്ലോ. നമ്മളൊക്കെ അത്രയില്ലോ. ഒന്നൊന്നിനോട് എന്ത് ആരോട് പറയാനാണ്? ആരോടെ പറയണം? ആരെക്കുറിച്ച് ദുഃഖിക്കാനാണ്? നമ്മൾ എല്ലാറ്റിൻ്റെയും കഥ ഒരേ കഥയില്ലല്ലോ. നമ്മളിപ്പോൾ അതല്ലേ, എല്ലാവരും ഒരുപോലെ ലോകത്തിൽ ജനനവും മരണവും കഷ്ടവും ക്ലേശവും ഉള്ളവർ. ആരോടാ അപ്പം? ഒന്നൊന്നിനേക്കാൾ കേമായതില്ലല്ലോ ഈ ഭൂമിയിലൊക്കെ സമല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞത് കശ്ച ആര്, കസ്യ ആരുടെ കാര്യത്തിൽ ശോച്യോസ്തി വിഷമിക്കണ്ടു. ആരാരുടെ കാര്യത്തിലാണ് വിഷമിക്കേണ്ടത്? എല്ലാവർക്കും ഒന്നൊന്നിൻ്റെ കൈ കൊണ്ട് വേറെ വേറെ അത്രയ്ക്കല്ലോ. പണ്ട് നമ്മളിങ്ങനെ അകത്ത മുറിയിലിങ്ങനെ ഇരിക്കുമ്പോഴേ ആ ജനാല വഴി നല്ല ഭംഗിയുള്ളൊരു പൂമ്പാറ്റ, അതിൻ്റെ ഇങ്ങനെ കണ്ണും പുള്ളിയൊക്കെ ഉള്ള ജാതി ചറകളുള്ളൊരു മഞ്ഞ പൂമ്പാറ്റ, നല്ല വലിപ്പമുണ്ട്, നല്ല ഭംഗിയുള്ള പൂമ്പാറ്റ ചമരുമ്പിലിങ്ങനെ നടക്കണം. നമ്മളാച്ചാൽ എന്ത് ചെയ്തു? അതിനിങ്ങനെ നോക്കി എന്ത് രസമാണ് കാണാൻ. ഇങ്ങനത്തെ ഒരു പൂമ്പാറ്റ നമ്മൾ കണ്ടിട്ടില്ലേ? ചമരുമ്പിൽ ഇങ്ങനെ നടക്കണു. നടന്ന് നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പം ഒരു പല്ലി, ഒരു ഗൗളി ഇങ്ങോട്ട് വന്നിട്ട് ആ പൂമ്പാറ്റയെ പിടിച്ച് അങ്ങോട്ട് മെഴുങ്ങി. നമുക്ക് ദേഷ്യം ഇങ്ങോട്ട് വന്നു. ആരുടെ നേരെ? ഈ ഗൗളിയുടെ നേരെ. ഈ ഗൗളിയല്ലേ ഇത് പിടിച്ച് തിന്നത്? എന്തു ദുഷ്ടൻ പല്ലി. ആര് വിചാരിച്ചു? നമ്മൾ വിചാരിച്ചു. നമ്മളിങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നമുക്ക് തല്ലി കൊന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആരേ? എന്താ കാരണം? നമുക്ക് കൊല്ലാൻ കിട്ടില്ലല്ലോ, അത് കൊല്ലണ്ടാ വിചാരിച്ചു. പിന്നെ നമ്മൾ കുറച്ചു നേരം കൂടി കഴിഞ്ഞ് നമ്മൾ ആ വാതിൽ ചാരി പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്തോ ശബ്ദം കേട്ട മാതിരി തോന്നി. വാതിൽ തുറന്നു നോക്കിയപ്പോൾ ആ വാതിലിൻ്റെ ഇടയിൽപ്പെട്ട ആരും ചത്തു, പല്ലിയും ചത്തു. എന്താല്ലേ, ആ കഷ്ടമായിപ്പോയി. പിന്നെ എന്തൊക്കെ ആവട്ടെ, നമ്മളെന്ത് ചെയ്യുക? അതിന് തോണ്ടി പറമ്പേക്ക് എറിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങി ആ പടിപ്പര കിടന്ന് അങ്ങോട്ട് പറമ്പേക്ക് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് ഒരു വരിക്കച്ചക്ക തലയിൽ വീണ് നമ്മളും ചത്തു. അത് വേണ്ടിയിരുന്നില്ലല്ലേ? പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? പൂമ്പാറ്റയ്ക്ക് പല്ലി, പല്ലിക്ക് നമുക്ക് വരിക്കച്ചക്ക നല്ലത്. മറ്റേതാകുമ്പം ഈ പരിപാടി നടക്കില്ല. എന്ത്, നമ്മൾ തൊപ്പിട്ട മാതിരി പോരേ ഉള്ളൂ. മനസ്സിലാവണില്ലേ? അപ്പോൾ എന്താ വെച്ചാൽ ഒന്നിനൊന്ന് ഒക്കെ ഒന്നിനൊന്നല്ലെങ്കിൽ ഒന്നുണ്ടെന്നാ പറഞ്ഞത്. ഇപ്പം ഇതിൽ ആരെ അപ്പോൾ നമ്മൾ ആദ്യം പൂമ്പാറ്റയെ കുറിച്ച് ദുഃഖിച്ചു. അയ്യോ പാവം, എന്താ പണ്ടയ്യേ, അതിപ്പോൾ പല്ലി കാരണം തീരുമാനമായി. അപ്പോൾ ഇല്ലേ, പല്ലി പാവം എന്നൊക്കെ പറഞ്ഞ് പൂമ്പാറ്റയെക്കുറിച്ച് പല്ലീനെ പിടിച്ച് തിന്നു. ഇപ്പോഴോ പല്ലിയാണെങ്കിലോ വേറൊരു വിധത്തിൽ അതും ചത്തുപോയി. ശരിയല്ലേ ഇത്? ആരെക്കുറിച്ച് എന്താ നമ്മൾ ഈ ലോകത്തിൽ ആരെക്കുറിച്ച് എങ്ങനെയാണ് ദുഃഖിക്കേണ്ടത്? ശരിയല്ലേ ഇത്? ഒന്നൊന്നിനെന്നുള്ള മട്ടിലാണ് ലോകം നിലനിന്ന് പോണതേ. ഇപ്പം നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇല്ലേ, ആലോചിച്ച് നോക്കുക, എന്തിനാപ്പോൾ പറയണത്? ഇപ്പം നമ്മളിപ്പോൾ ഇനി ഓരോന്നിനെ പിടിച്ചുകൊണ്ടുപോകുന്ന സമയത്ത് എന്ത് പറയും? പൂച്ച പോയിട്ട് എലിയെ പിടിക്കുമ്പോൾ നമ്മൾ പറയും, ദുഷ്ടം പൂച്ച. പൂച്ച ഭാഗവതൊന്നും വായിച്ചിട്ടില്ലല്ലോ, രാമായണം കേട്ടിട്ടുമില്ല, മഹാഭാരതം നോക്കിയിട്ടുമില്ല. പൂച്ചയ്ക്ക് വിശക്കുമ്പോൾ എന്ത് ചെയ്യും? എലിയച്ച എലി, അണ്ണാനാച്ച അണ്ണാൻ, പക്ഷികൾക്ക് കുട്ടികളാച്ച അതിന് എന്തെങ്കിലും പിടിച്ചൊക്കെ തിന്നും. ശരിയല്ലേ ഇത്? അതിന് അത്രയ്ക്കേ അറിയുള്ളൂ. അതാണ്. ഇനി വല്ല ചെന്നായി എന്തെങ്കിലും വന്നാൽ പൂച്ചയെ കിട്ടിയാലോ പിടിച്ച് അതിനും തിന്നും. അത്രയ്ക്കേ ഉള്ളൂ. അതിൻ്റെ ഒരു നിയമം പോലെ ഇങ്ങനെ നടന്നു പോകണമെന്നേ ഉള്ളൂ. നമ്മളാരും ഇപ്പോൾ അതിനെ നോക്കി ഇരുന്നിട്ടൊന്നും കാര്യമില്ല. അപ്പം അതുകൊണ്ട് ദേഹേസ്മിൻ ബുദ്ബുദോപമേ, ഈ നീർപ്പോള പോലെയുള്ള ദേഹത്തിൽ ആരെക്കുറിച്ച് നമ്മൾ വിഷമിക്കണ്ടോ? അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട? പരിഭ്രമിക്കേണ്ട. നമ്മൾ വേണ്ടത് അപ്പോൾ പറഞ്ഞു, ഈ ദേഹത്തിൻ്റെ സംസ്കാരക്രിയകളൊക്കെയാണ്. സംസ്കാര്യോ ഹരിരാജശ്ച അംഗദശ്ച അഭിഷിച്യതാം. അതുകൊണ്ട് നമ്മൾ വേണ്ടത് എന്താ വെച്ചാൽ സംസ്കാരക്രിയ ചെയ്യണമെങ്കിൽ വേണ്ടത്. അതുകൊണ്ട് അംഗദനെ യുവരാജാവായിട്ട് വാഴിക്കണം. സിംഹാസനഗതം പുത്രം പശ്യന്തി ശാന്തിമേഷ്യസി. അവിടെ ഇരിക്കൂട്ടോ, ഇതിൽ ശ്രദ്ധിക്കൂ.
മുമ്പിലിരിക്കുന്നവരൊക്കെ ശ്രദ്ധ കാണിക്കും. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ചോദിച്ചാൽ, സംസ്കാര്യനാണ് ഈ മഹാത്മാവായ ഈ ബാലി. അതുകൊണ്ട് എന്ത് ചെയ്യണം? സിംഹാസനഗതം പുത്രനെ സിംഹാസനത്തിൽ ഇരുന്ന് കണ്ട് സന്തോഷിക്കുമ്പം എന്തുണ്ടാവില്ല? ഈ പറയുന്ന വിഷമം അങ്ങോട്ട് മാറിക്കിട്ടും. ആർക്ക്? എല്ലാവർക്കും ദുഃഖം. അങ്ങനെയാണല്ലോ, നമ്മളൊരു നന്മ മുമ്പിൽ കണ്ടിട്ടാണല്ലോ വേറൊരു ദുഃഖത്തിന് ഇവിടെ സഹിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ പ്രതീക്ഷകളും നന്മകളും അവനെന്ത് ചെയ്തോളൂ, അങ്കദൻ നന്നായിട്ട് വരും എന്നും പറഞ്ഞു. അപ്പോൾ എന്താ ഉണ്ടായിച്ചാൽ ഇതിങ്ങനെ കേട്ടപ്പോളേ സുഗ്രീവനെ അടുത്തേക്ക് വിളിച്ചു. ബാലി സുഗ്രീവനടുത്ത് നിൽക്കണ്ടല്ലോ, ഇത്രയും കാലം വലിയ ബദ്ധശത്രുക്കളായിട്ട് ഇരിക്കണേ ആ അനിയൻ ഏട്ടൻ എന്നുള്ള ബന്ധമൊക്കെ അങ്ങനെയായിട്ടാണ് അവർ കണക്കാക്കിയത്. അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അഭാഷ്യ വ്യക്തയാ വാച, വളരെ വെട്ടിപ്പായ ഭാഷയിലാ പറഞ്ഞു. എന്ത് പറഞ്ഞു? സുഗ്രീവ ഉണ്ണി ദോഷേണ നമാം ഗന്ധുമരിഹസി കിൽബിഷൽ, നീ ഇങ്ങനെ ഏട്ടനെ ഒരു ദോഷമായിട്ട് കാണരുത്. എന്തായിട്ട്? ഒരു ദുഷ്ടസമ്പ്രദായത്തിൽ ഏട്ടനോട് പെരുമാറരുത്. എന്താ കാരണം എന്നറിയൂ? കൃഷ്യമാണം ഭവിഷ്യേണ ബുദ്ധിമോഹേന മാമ്പലാൽ, എന്തോ അന്തല്യായ ബുദ്ധിക്കൊരന്തല്യായ ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത്. ഇല്ലെങ്കിലും കുട്ടിയെ പറയുകയാൽ യുക്കപദ്വിഹിതം താത നമന്യേ സുഖമാവയോഹോ, നമുക്ക് രണ്ടാക്കും കൂടി സുഖം അനുഭവിക്കാനുള്ള യോഗമില്ല കുട്ടിയെ. യുക്കപ്പതിൽ വെച്ച് നമ്മളെ ഏട്ടനനിയന്മാർ ഒന്നിച്ചുണ്ട് ഉറങ്ങി കഴിച്ച് കൂട്ടി സന്തോഷിക്കേണ്ട കൂട്ടരെ അതിനൊരു യോഗം ഉണ്ടായില്ലേ? അതല്ലേ പറയണത്? എന്തല്ലേ സൗഹാർദ്ദം അല്ലേ? പരസ്പര സൗഹാർദ്ദം ഭ്രാതയുക്തം ഹി തതിതം ജാതമന്യഥ. നമ്മൾക്ക് തമ്മിലുണ്ടായ ആ ഒരു സാഹോദര്യത്തിൻ്റെ ബന്ധമൊക്കെ വേറൊരു മട്ടിലായിട്ട് വിപരീതമായിട്ടാണ് പോയത്. എന്തല്ലേ കുട്ടി? അതുകൊണ്ട് എന്ത് ചെയ്യണം ഉണ്ണി? പ്രതിപദ്യത്വം അദ്യൈവ രാജ്യമേഷം, നീ രാജാവായിട്ട് വാഴണം നല്ലോണം. എന്ത് വേണം കേട്ടോ? മമ അദ്യൈവ ഗച്ഛന്തം വിദ്ധി, ഞാൻ മരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഉണ്ണിയാണ് ഇനി രാജാവായിട്ട് വാഴേണ്ടത്. ജീവിതം ച ഹി രാജ്യം ച ശ്രിയം ച വിപുലാമിമാം, എല്ലാം ഉണ്ണി കണക്കാക്കിയിട്ട് ഭരിക്കുക. എന്ത് ചെയ്യരുത്? അങ്കദനെ നല്ലോണം കണക്കാക്കണം. അങ്കദനെ എന്ത് ചെയ്യരുത്? ഉപേക്ഷിക്കരുത്. ആ ഉണ്ണിയെ കണക്കാക്കിയ എനിക്ക് അത്രേ പറയാനുള്ളൂ. എൻ്റെ മകനെ നീ സ്വന്തം മകനെ പോലെ കണക്കാക്കണം ഉണ്ണിയെ. അതുകൊണ്ട് വാനരരാജാവായിട്ട് നന്നായിട്ട് വാഴുക. എല്ലാവരും എന്ത് ചെയ്യും? ആ അങ്കദൻ എൻ്റെ മുമ്പിൽ മകനെ പോലെ വിനയത്തോടെ നിൽക്കും. അതുകൊണ്ട് ആ ഉണ്ണിയെ പരിപാലിക്കണം. എന്ത് ചെയ്യരുത്? യഥേഷാ നോക്കൂ സാധ്വിതി, നിനക്ക് നോക്കൂ താര എന്തെങ്കിലുമൊക്കെ നല്ലത് പറഞ്ഞു തരും, അത് കണക്കാക്കാതെ പോകരുത്. എന്താ കാരണം? അത് കണക്കാക്കായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു സങ്കടത്തിൽ ചെന്ന് പെട്ടത്. അതുകൊണ്ട് നെഹി താരാമതം കിഞ്ചിത് അന്യഥാ പരിവർത്തതെ. താര നല്ല വിവരമുള്ള സ്ത്രീയാണേ, ചിന്തിച്ചാലോചിച്ച് പറയുന്നതൊന്നും വിപരീതമായിട്ട് തീരില്ല. അതുകൊണ്ട് എന്ത് ചെയ്തോളൂ? നല്ലോണം മനസ്സിരുത്തു. എന്നിട്ട് എന്താ ചെയ്തു വെച്ചാൽ ബാലി തൻ്റെ കഴുത്തിൽ കിടന്ന ആ മാല ഇങ്ങോട്ട് ഊരി. ഇമാം ച മാലാം ആഥൽസ്വ ദിവ്യാം സുഗ്രീവ കാഞ്ചനീം, ഈ സ്വർണ്ണമാല ഊരിയിട്ട് ഇത് സ്വീകരിക്കുക കുട്ടിയെ എന്നും പറഞ്ഞിട്ട് ആ മാല ഇങ്ങോട്ട് ഊരിയിട്ട് ആരുടെ കഴുത്തിലേക്ക് ഇട്ട് കൊടുത്തു? സുഗ്രീവൻ്റെ കഴുത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, എല്ലാ ഐശ്വര്യങ്ങളും ഈ മാലയിലായിരുന്നു എൻ്റെ. കണ്ടിട്ടില്ലേ? ആ ഐശ്വര്യങ്ങളൊക്കെ ഈ മാലയോട് കൂടി ഞാൻ ആർക്ക് തന്നു? ഉണ്ണിക്ക് തന്നു. ഉണ്ണി എല്ലാവിധ മഹിമയിലും ഇരിക്കുക. അപ്പോഴേക്ക് എന്തുണ്ടായത്? ബാലി വളരെ അവശനായിപ്പോൾ ഈ മാല ഊരിയപ്പോഴേക്ക് സ്വർണ്ണമാല കൊടുത്തു. അനുഗ്രഹിച്ചതിൻ്റെ ശേഷം നല്ല വാക്കും വർത്തമാനവും പറഞ്ഞ് അനുഗ്രഹിച്ച് അതോടെ ആരുടെ ആ അമ്പ് ഊരിയപ്പോൾ ആര് മരിച്ചുപോയി? ബാലി ദേഹോപേക്ഷിച്ച്. സുഗ്രീവന് വലിയ വിഷമം തോന്നി. തമ്മി തല്ലിയൊക്കെ കഴിച്ചു കൂട്ടിച്ചാലും ഇപ്പം അത് ആലോചിച്ച് നോക്കുമ്പോൾ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. വല്ലാത്തൊരു വിഷമം. ഇപ്പോൾ ജ്യേഷ്ഠനായിരുന്നു എത്രയായാലും. ആരുടെ വാക്ക് കേട്ടിട്ട് എന്തിനായാലും നമ്മൾ ജ്യേഷ്ഠനോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. സങ്കടം കൊണ്ട് ആർക്ക് വയ്യേണ്ടി വീണ്ടും വീണ്ടും കരയാൻ തുടങ്ങി. അപ്പോൾ സുഗ്രീവൻ്റെ ഈ വിഷമം കണ്ട താരയ്ക്കും വിഷമായി. താരയും അവർക്ക് നിലവിളിച്ചു. ചില വീണ്ടും വിചാരം ഉണ്ടാകുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും എന്ത് നമ്മളെ ബുദ്ധിമുട്ടിക്കും? ദുഃഖം. അങ്ങനെ ഉണ്ടായത്. കർണനെ കൊല്ലിക്കാൻ മുമ്പിൽ നിന്ന് ബുദ്ധിമുട്ടി നടന്ന ആളാണ് യുധിഷ്ഠിരൻ. കർണൻ മരിച്ചു കഴിഞ്ഞ് പിണ്ടം വെക്കാനായിട്ട് യുദ്ധമൊക്കെ കഴിഞ്ഞ് പിണ്ടം വെക്കുന്ന സമയത്ത് ആർക്കാ പിണ്ടം വെക്കേണ്ടത് ആദ്യം എന്ന് ചോദിച്ചപ്പോൾ കുന്തിദേവി പറഞ്ഞു കർണന് പിണ്ടം വെക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു കർണൻ സൂതജാതിയല്ലേ, നമ്മളെന്തിനാ പിണ്ടം വെക്കണത് എന്ന് ചോദിച്ചപ്പം സൂതജാതിയല്ല, അത് സൂര്യപുത്രനാണ്, അതിൻ്റെ ജ്യേഷ്ഠനാണ് എന്ന് പറഞ്ഞു. അത് കേട്ട് അന്ന് ബോധം കെട്ട് വീണതാണ് ആര്? യുധിഷ്ഠിരന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബോധമായിട്ട് എണീക്കാറുണ്ടെങ്കിലും ബോധം പണ്ടേ പോയതാണ്. എന്താ കാരണം? മരിക്കണത് വരെ അദ്ദേഹത്തിനുള്ള ആ വേദന
പോയില്ല. നോക്കൂ, ശരിയല്ലേ ഇത്? അപ്പം നമ്മൾക്ക് ഈ ചില വേദനകൾ ചില വിചാരത്തോടു കൂടി ബന്ധപ്പെട്ടതായതുകൊണ്ട് ചിലത് ഒരു കാലത്തും പോവില്ല. ഈ സുഗ്രീവന് തൻ്റെ ജ്യേഷ്ഠനെ കൊല്ലേണ്ടതായിട്ട് വന്നുല്ലോ എന്നുള്ള വേദന ഒരിക്കലും പോയില്ല. അങ്ങനെ എന്താ അപ്പം പറയുക? നോക്കൂ, ഭ്രാതുർവധോമേനു മതഃ പുരസ്താൽ, സഹോദരനെ കൊല്ലേണ്ടതായിട്ടൊക്കെ വന്നു. അതുകൊണ്ട് എന്തപ്പം ഉണ്ടായത്? സുഗ്രീവൻ വല്ലാതെ വിഷമിച്ച് കരഞ്ഞിരിക്കുമ്പം രാമനാണ് പിന്നെ വന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച്, സാരമില്ല, കണക്കാക്കണം, ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു എന്ന് പറയും. അങ്ങനെ സുഗ്രീവനെ എന്തായിട്ട് ചെയ്തു? ഈ രാജാവായിട്ട് അങ്കദനെ യുവരാജാവായിട്ടും കിഷ്കിന്ധയിൽ വാഴിച്ചു. അപ്പം എന്താ ഇപ്പോൾ ഇവിടെ ഉണ്ടായിച്ചാൽ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ബന്ധം ഒക്കെ. ആ സമയത്ത് രാമൻ എന്തേ പറഞ്ഞു വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഈ സങ്കടം തീർക്കാനായിട്ട്, സങ്കടം തീരണില്ലല്ലോ സുഗ്രീവനോട് പറഞ്ഞു, സുഗ്രീവ ഇത് കരയരുത്. എന്താ വെച്ചാൽ നിയതി കാരണം ലോകെ നിയതി കർമ്മസാധനം, ഒക്കെ ഒരു വിധിവശാലുണ്ടാവണത്. നമ്മളാരും ഇപ്പം എന്തൊക്കെ തയ്യാറാക്കി നേരിയാക്കി കേമാക്കി വെച്ചാലും വിധിവശാലുണ്ടാവണതൊന്നും നമുക്ക് തടസ്സപ്പെടുത്താനോ മാറ്റിമറിക്കാനൊന്നും ചിലപ്പോൾ പറ്റില്ല. അതിപ്പം ചിലതൊന്നും നമ്മൾ വിചാരിച്ച മാതിരി അതങ്ങനെ ഇനിയേ വരുള്ളൂ, ശരിയല്ലേ? ഇത് പണ്ട് അടുത്ത നാട്ടിലൊരാളുണ്ടായിരുന്നു. അദ്ദേഹം തെങ്ങിൻ്റെ മുകളിൽ കയറുന്ന ജോലിയായിരുന്നു. തെങ്ങിൻ്റെ മുകളിൽ അദ്ദേഹം തെങ്ങിൻ്റെ മുകളിൽ കയറും, ഇടയ്ക്കിടയ്ക്ക് തെങ്ങിൻ്റെ മുകളിൽ നിന്ന് വീഴും ചെയ്യും. അങ്ങനെയാണ് പേടിയാണ് അയാളെ കയറ്റാൻ. എന്താ കാരണം? മാസത്തിൽ ഒരു തവണയെങ്കിലും വീഴാണ്ടിരിക്കില്ല. വീഴുന്ന് മാത്രമല്ല, പേടിയാണേ. അപ്പം അയാൾ എന്ത് ചെയ്യും? 2 ദിവസം ഒന്ന് കുഴമ്പൊക്കെ തേച്ച് നല്ലോണം അങ്ങോട്ട് കുളിക്കും. മൂന്നാമത്തെ ദിവസം വീണ്ടും തെങ്ങമ്മ കയറും. ചെറിയ ചെറിയ പരിക്കേ പറ്റാറില്ലേ? വലിയ തെങ്ങമ്മന്നൊക്കെ വീണാലും എന്താ ഇഷ്ടമല്ലേ, എങ്ങനെ വീണാലും ഇതേ പറ്റുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വീഴും ചെയ്യും. പേടിയുണ്ട് അദ്ദേഹത്തിന്. എന്താ അശ്രദ്ധ എന്ന് പറയും. അങ്ങനെ അദ്ദേഹം വീഴും. അങ്ങനെ അദ്ദേഹം വീഴും. അങ്ങനെയൊക്കെ കുറേ കാലം കഴിഞ്ഞു വലിയ